പാലക്കാട് കൂനത്തറയിൽ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പിതാവ് മരിച്ചു. കൂനത്തറ കാവുങ്കര വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. മദ്യലഹരിയിൽ മകൻ മനോജ് പിതാവിന്റെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്? പറയൂ വിവരങ്ങൾ. പാലക്കാട് കൂനത്തറയിലാണ് മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പിതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൂനത്തറ കാവുങ്കര വീട്ടിൽ 63-കാരനായ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. മദ്യലഹരിയിൽ മകൻ മനോജ് പിതാവിന്റെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 23-ന് പുലർച്ചെയായിരുന്നു ആക്രമണം നടന്നത്. ഇരുവരും ഒപ്പം ഇരുന്ന് മദ്യപിക്കുന്നതിനിടെ വാക്കുതർക്കം ഉണ്ടായിരുന്നു. കയ്യിൽ കിട്ടിയ മരത്തടി കൊണ്ടാണ് പിതാവിനെ മർദ്ദിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരുന്ന ഉണ്ണികൃഷ്ണൻ ഇന്നലെ അർദ്ധരാത്രിയാണ് മരണപ്പെട്ടത്. മകൻ മനോജിനെ സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഒറ്റപ്പാലം സബ് ജയിലിൽ റിമാൻഡിലാണ് ഈ മനോജ് കഴിയുന്നത്. അരുൺ, അതോടൊപ്പം തന്നെ ഈ മകൻ അത് മദ്യപാനിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളിലാണ് ഈ അച്ഛൻ മരിക്കുന്നത്? ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണോ? എന്താണ് നാട്ടുകാർ പറയുന്നത്? ഈ മകനും പിതാവും തമ്മിൽ മദ്യപിക്കുന്നതിനിടെ ഉണ്ടായിട്ടുള്ള തർക്കങ്ങളാണ്. മറ്റ് പ്രശ്നങ്ങളോ മറ്റോ ഇല്ല. മദ്യലഹരിയിലാണ് ഇത്തരം ഒരു സംഭവം നടത്തിയിട്ടുള്ളത്, ഇങ്ങനെ ഒരു ക്രൂര കൊലപാതകം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും പറയുന്നത്. ഏതായാലും നാടിനെ വലിയ രീതിയിൽ നടുക്കിയ ഒരു സംഭവമാണിത്. കാരണം ഇത്തരത്തിൽ മദ്യപിക്കുന്നതിനിടെ മരത്തടി കൊണ്ട് അച്ഛന്റെ തലക്കടിക്കുന്നു. അവസാനം അച്ഛൻ ഒടുവിൽ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു. ശരി അരുൺ, എന്തായാലും പാലക്കാടാണ് അതിദാരുണമായ കൊലപാതകം നടന്നത്. മകന്റെ മർദ്ദനമേറ്റിട്ടാണ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന, അല്ലെങ്കിൽ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പിതാവാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. കൂനത്തറ കാവുങ്കര വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. മദ്യലഹരിയിലായിരുന്നു മകൻ അച്ഛനെ മർദ്ദിച്ചത്. വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് അച്ഛന്റെ മരണം എന്നുള്ളതാണ്. അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.